ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS റൂളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന CSEBയുടെ എക്സാമുകൾക്കെല്ലാം ആക്ടിൻ്റെയും റൂളിൻ്റെയും അമെൻമെൻറ്റഡ് വേർഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെ അമെൻമെൻറ്റ്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ KCS റൂളിൻ്റെ അമെൻമെൻറ്റിനെ പറ്റിയിട്ടുള്ള പാർട്ട് 7 വീഡിയോ ആണിത്. പാർട്ട് 6 വീഡിയോയിൽ നമ്മൾ റൂള് 128 എലിജിബിലിറ്റി ടു വോട്ട് ഇൻ എലക്ഷൻ വരെയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റൂള് 128 കഴിഞ്ഞിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ് ഇന്ന് പറയുന്നത്. റൂള് 128 കഴിഞ്ഞ് അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് റൂള് 129 എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, ഇതിൽ സബ് റൂള് 1 ക്ലോസ് A, B, C ഈ 3 ക്ലോസും കംപ്ലീറ്റ് ആയിട്ട് അമെൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ദ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ ദ മാനർ സ്പെസിഫൈഡ് ബിലോ. നെയിംലി, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള എലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഈ പുതിയ അമെൻമെൻറ്റ് നമുക്ക് വന്നപ്പോൾ എല്ലാ ഇലക്ഷനുകളും നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. വേറെ എല്ലാം മാറ്റിയിട്ടുണ്ട്, അപ്പോൾ പഠിക്കാൻ കുറച്ചും കൂടെ സുഖമായി. എല്ലാം നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, ഇനി ഇതിലെ ക്ലോസ് എയിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 60 days prior to the date of expiration of its term and pass a resolution fixing the date, time and place for the conduct of the election of new committee. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അതിൻ്റെ ആ ടേമിൻ്റെ എക്സ്പിറേഷൻ തീരുന്നതിന് അറ്റ്ലീസ്റ്റ് 60 ദിവസം മുമ്പെങ്കിലും അവർ മീറ്റിംഗ് കൂടി ഇനി വരാൻ പോകുന്ന അടുത്ത ഇലക്ഷൻ്റെ ഡേറ്റും ടൈമും പ്ലേസും എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. A copy of such resolution shall be sent to State Cooperative Election Commission by registered post or through electronic media within a week through the registrar. ഈ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് രജിസ്ട്രാർ മുഖേന വിത്തിൻ 1 month അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴിയോ അയച്ചു കൊടുക്കണം. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അതിൻ്റെ ടേം എക്സ്പിറേഷൻ തീരുന്നതിന് 60 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ച് ഡേറ്റും ടൈമും പ്ലേസും അടുത്ത ഇലക്ഷൻ്റെ ഡേറ്റും ടൈമും പ്ലേസും ഫിക്സ് ചെയ്ത് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് രജിസ്ട്രാർ മുഖേന വിത്തിൻ 1 week രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴിയോ അത് അയച്ചു കൊടുക്കണം. ഇനി അടുത്ത ക്ലോസ് ബിയിൽ പറയുന്നത് ദ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഓൺ receipt of such a resolution appoint returning officer from among the officers of the cooperative department for the conduct of election. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് ഈ റെസൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേണിംഗ് ഓഫീസറെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഓഫീസറെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയമിച്ചിട്ട് അവരെ ഇലക്ഷൻ നടത്തുന്നതിനായിട്ട് നിയമിക്കുമെന്നാണ് പറയുന്നത്. റിട്ടേണിംഗ് ഓഫീസർ സോ അപ്പോയിൻറ്റഡ് മേ be given such remuneration as may be fixed by government time to time. ഈ റിട്ടേണിംഗ് ഓഫീസറുടെ റെമ്യൂണറേഷൻ ഗവൺമെൻറ് സമയാസമയങ്ങളിൽ ഫിക്സ് ചെയ്തതനുസരിച്ചായിരിക്കും. The returning officer shall take necessary step for the conduct of election and the Circle Cooperative Union shall render all necessary assistance to the returning officer for the conduct of election to the Circle Cooperative Union. ഈ റിട്ടേണിംഗ് ഓഫീസർ എലക്ഷൻ നടത്തുന്നതിന് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ CCUവിൽ എലക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ CCU റിട്ടേണിംഗ് ഓഫീസർക്ക് എലക്ഷൻ നടത്തുന്നതിന് വേണ്ട എല്ലാ നെസസറി അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാ സഹായങ്ങളും അവർക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് മറ്റേ റെസൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യും. ആ റിട്ടേണിംഗ് ഓഫീസറുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ആ റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ട നെസസറി സ്റ്റെപ്പുകളെല്ലാം ചെയ്യും, നടപടികളെല്ലാം ചെയ്യും. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ നെസസറി അസിസ്റ്റൻസ് ആ റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കണം. അടുത്തത് ക്ലോസ് സി ആണ്. ഓൺ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ അണ്ടർ ക്ലോസ് ബി, ദ റിട്ടേണിംഗ് ഓഫീസർ ഷാൾ ഇമ്മീഡിയറ്റ്ലി റിക്വയർ ബൈ നോട്ടീസ് the committees of the society within the circle referred to in clause A and clause B of subsection 1 of section 88
to furnish within 15 days from the date of notice list of members of the committee of such societies as also of the full-time employees of those societies as on the date of 60 days prior to the date fixed for the poll. The returning officer shall register the names received in a register maintained for the purpose. ഓക്കെ, ഇതിൽ നമ്മൾ സെക്ഷൻ 88 സബ്സെഷൻ 1 ക്ലോസ് എ ക്ലോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 88 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CCU, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ സബ്സെഷൻ 1 ക്ലോസ് എയിൽ പറയുന്നത് അതിൽ ആരൊക്കെ വരും എന്നുള്ള കാര്യങ്ങളാണ്. ഈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ആരൊക്കെ വരും എന്ന്. അതിൽ ക്ലോസ് എയിൽ പറയുന്നത് സർക്കിളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ, ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ഉണ്ടാവും, വേരിയസ് കാറ്റഗറിയിലുള്ള ആ സൊസൈറ്റികളെ റെപ്രസെൻ്റ് ചെയ്ത് 7 പേര് വേണം എന്നാണ് ക്ലോസ് എയിൽ പറയുന്നത്. ക്ലോസ് ബിയിൽ പറയുന്നത് ഈ സർക്കിളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റികളിലെ ജീവനക്കാർ, എംപ്ലോയീസ്, അവരിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള 2 പേര് എന്നാണ് ക്ലോസ് ബിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ക്ലോസ് എയിലും ക്ലോസ് ബിയിലും ഇതാണ് പറയുന്നത്. പിന്നെ റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്ത് ഈ പോള് ഫിക്സ് ചെയ്യുന്നതിന് 60 ദിവസം മുമ്പ് റിട്ടേണിംഗ് ഓഫീസർ നോട്ടീസ് നൽകി ഈ കമ്മിറ്റിക്കാരുടെയും ഈ എംപ്ലോയീസിൻ്റെയും ഫുൾ ടൈം എംപ്ലോയീസിൻ്റെയും ലിസ്റ്റ് മേടിച്ച് 15 ദിവസത്തിനകം അത് അവരുടെ കയ്യിൽ നിന്ന് ലിസ്റ്റ് വാങ്ങണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് റിട്ടേണിംഗ് ഓഫീസർ രജിസ്റ്ററിൽ ഇതിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിൽ ഇവരുടെ പേരുകൾ എഴുതണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എ സൊസൈറ്റി ഹാവിങ് ആൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇൻ മോർ ദാൻ 1 സർക്കിൾ ഷാൾ ബി ഡീംഡ് ടു ബി സൊസൈറ്റി വിത്തിൻ ദ സർക്കിൾ ഇൻ വിച്ച് ദ ഹെഡ് ഓഫീസ് ഓഫ് ദ സൊസൈറ്റി ഈസ് സിറ്റുവേറ്റഡ്. ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഒന്നിലധികം സർക്കിളുകൾ വരുന്നുണ്ട് എങ്കിൽ ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന സർക്കിളായിരിക്കും പരിഗണിക്കുക എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ABC എന്ന് പറയുന്ന ആ 3 ക്ലോസുകളും കംപ്ലീറ്റ് ആയിട്ട് അമെൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത മാറ്റം വന്നിരിക്കുന്നത് പിന്നെ ക്ലോസ് ഡിയിലാണ്. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ക്ലോസ് ഡിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിൽ എയും 2 ക്ലോസുകളെ പറ്റി ഡി ക്ലോസിൽ പറയുന്നുണ്ട്. സെക്ഷൻ 88 സബ്സെഷൻ 1 ക്ലോസ് എയും ക്ലോസ് സിയും എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇതിൽ ക്ലോസ് സി എന്നതിന് പകരം ക്ലോസ് ബി ആക്കി മാറ്റിയിട്ടുണ്ട്. 2 സ്ഥലത്ത് നമ്മൾ ക്ലോസ് സിയുടെ കാര്യം പറയുന്നുണ്ട്, അവിടെ 2 സ്ഥലത്തും ക്ലോസ് ബി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അത് മാത്രമാണ് ഈ ക്ലോസ് ഡിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇത് റൂള് 129 സബ് റൂള് 1 ക്ലോസ് ഡി. ഓക്കെ, ഈ ക്ലോസ് ഡിയിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 88 സബ്സെഷൻ 1 ക്ലോസ് എയും ക്ലോസ് ബിയും എന്നായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇതിൽ സെക്ഷൻ 88 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CCU ആണ് സെക്ഷൻ 88. അതിൽ ക്ലോസ് എയിൽ വരുന്നത് സബ്സെഷൻ 1 ക്ലോസ് എയിൽ വരുന്നത് സർക്കിളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് കാറ്റഗറിയിലുള്ള സൊസൈറ്റികളെ റെപ്രസെൻ്റ് ചെയ്ത് 7 പേര് വേണം എന്നുള്ളതും, ബിയിൽ പറയുന്നത് സർക്കിളിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റികളിലെ എംപ്ലോയീസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 പേര് വേണം എന്നുള്ളതുമാണ്. അപ്പോൾ ഈ സി എന്നുള്ള ക്ലോസിന് പകരം ഈ ബി എന്നുള്ള ക്ലോസ്, അതായത് ഇപ്പോൾ പറഞ്ഞ ജീവനക്കാരിൽ നിന്നും എംപ്ലോയീസിൽ നിന്നും 2 പേര് വേണം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലോസാണ് ഇവിടെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് സിക്ക് പകരം. ഈ ഒരു മാറ്റം മാത്രമാണ് ക്ലോസ് ഡിയിൽ വന്നിരിക്കുന്നത്. വേറെ എല്ലാം മുമ്പ് പറഞ്ഞിരിക്കുന്നത്, വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ ക്ലോസ് ഡിയിൽ പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിട്ടേണിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നോട്ടീസ് ബോർഡിൽ ഇലക്ഷന് 30 ദിവസം മുമ്പ് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം വിത്തിൻ ആ പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്ത് വിത്തിൻ 3 ഡേയ്സിനുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ ക്ലോസ് ഡിയിലാണ്. റൂള് 129 സബ് റൂള് 1 ക്ലോസ് ഡിയിലാണ് അത് പറയുന്നത്. അതെല്ലാം സെയിം ആണ്, അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല.
ഈ ക്ലോസ് സി എന്നുള്ളത് ക്ലോസ് ബി എന്നായി മാറി എന്നുള്ളൊരു മാറ്റം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് ക്ലോസ് സി എന്ന്, ആ രണ്ട് സ്ഥലത്തും ബി എന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതിൽ പുതിയതായിട്ട് റൂള്, ഇപ്പം നമ്മൾ പറഞ്ഞ റൂള് 129 പുതിയ സബ് റൂള് 1 പുതിയ 2-3 ക്ലോസുകൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എസ് എന്ന് പറയണത്. റൂള് 129 സബ് റൂള് 1 എസ്, പിന്നെ അതല്ലാതെ ടി യു, അങ്ങനെ 3 എസ് ടി യു അങ്ങനെ 3 ക്ലോസുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ എസ്സിൽ പറയുന്നത് the expenditure in connection with the conduct of election shall be borne by Circle Cooperative Union, which shall be limited to the norms fixed by the State Cooperative Election Commission. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഫിക്സ് ചെയ്ത് ഒരു ലിമിറ്റിൽ ആ ഒരു ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എലക്ഷൻ എക്സ്പെൻഡിച്ചർ, എലക്ഷനുള്ള ചിലവുകൾ, ഈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ചിലവുകളെല്ലാം വഹിക്കേണ്ടത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ തന്നെയാണ്. ഈ ചിലവുകൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ചിലവുകൾ ഫിക്സ് ചെയ്ത് അതിൻ്റെ നോംസ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് വഹിക്കേണ്ടത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എല്ലാം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ തന്നെ വഹിക്കണം. പിന്നെ അടുത്തത് ടി ആണ്. റൂള് 129 സബ് റൂള് 1 ക്ലോസ് ടി പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ഹാവ് ദ പവർ ടു ഇഷ്യൂ any direction or guidelines or instruction for the conduct of election to the Circle Cooperative Union and also to the officers appointed to perform the election duties. ഈ എന്താണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ CCUവിൽ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ എലക്ഷൻ ഡ്യൂട്ടിക്ക് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിനോടും അവർക്ക് ആവശ്യമുള്ള ഡയറക്ഷൻസും ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം കൊടുക്കുന്നതിനുള്ള പവർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ദ ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ഓൺ ദ ഡ്യൂട്ടി ഷാൾ ബി സബ്ജക്റ്റഡ് ടു സൂപ്രണ്ടൻസ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഈ എലക്ഷൻ ഡ്യൂട്ടിയിൽ ഉള്ള ഓഫീസേഴ്സ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സൂപ്രണ്ടൻസിലും കൺട്രോളിലും ഡിസിപ്ലിനിലും എല്ലാം നിർവഹിക്കപ്പെടേണ്ടവരാണ്. അവരാലാണ് ഈ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് യു. അടുത്ത ഒരു ക്ലോസ് ആണ് റൂള് 129 സബ് റൂള് 1 യു. The rank of officers to be posted for election duty may be fixed by the State Cooperative Election Commission in consultation with the government. ഈ എലക്ഷൻ ഡ്യൂട്ടിക്ക് പോസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓഫീസേഴ്സിൻ്റെ റാങ്ക്, എലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിൻ്റെ റാങ്ക് ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമായിരിക്കും എന്നാണ് യുയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ടിയിൽ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനും പിന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിനും ഡയറക്ഷൻസും ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും കൊടുക്കാനുള്ള പവർ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കൺട്രോൾ, സൂപ്രണ്ടൻസ്, ഡിസിപ്ലിൻ ഇതെല്ലാം ആ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സ്, എലക്ഷൻ ഡ്യൂട്ടിക്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സ് നിർവഹിക്കപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരാൽ നിർവഹിക്കപ്പെടണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റൂള് 129 എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് റൂള് 151 പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. അതിലാണ് ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. അതിൽ സബ് റൂള് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് പഠിച്ചാൽ മതി, ഇത് ഫുള്ളായിട്ട് അമെൻഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. സബ് റൂള് 1, ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഓഫീസ് ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 60 days in advance of the date of expiration of its term and pass a resolution fixing the date, time and place for the conduct of election to the new committee
A copy of such resolutions shall be sent to the State Cooperative Election Commission by registered post or through electronic media within a week through registrar. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ സബ് റൂൾ 1 പറഞ്ഞിട്ടുള്ള സെയിം മാറ്റം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അതിൻ്റെ ടേം തീരുന്നതിന് 60 ദിവസം മുമ്പെങ്കിലും മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് പുതിയ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ട ഡേറ്റ്, ടൈം, പ്ലേസ് ഇതെല്ലാം ഫിക്സ് ചെയ്ത് ഒരു റെസല്യൂഷൻ പാസ് ചെയ്യണം. ഈ റെസല്യൂഷൻ്റെ കോപ്പി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് രജിസ്ട്രാർ മുഖേന വിത്തിൻ 1 വീക്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ ഇലക്ട്രോണിക് മീഡിയ വഴിയോ അയച്ചു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സെയിം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം. ഓക്കെ, ഇനി സബ് റൂള് 2 റൂള് 151 സബ് റൂള് 2 ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ ദ രജിസ്ട്രാർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് മാറിയിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നായി മാറിയിട്ടുണ്ട്. The State Cooperative Election Commission may, on the receipt of such resolution, appoint a returning officer and as many assistant returning officers as may be necessary for the conduct of election to the managing committee. The returning officer shall take the necessary step for the conduct of the election, and the State Cooperative Union shall render all necessary help to the returning officer for the constitution of the new managing committee. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് നമ്മൾ റെസല്യൂഷൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ രജിസ്ട്രാർ എന്നുള്ളത് മാറി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനായി. ഈ ഒരു മാറ്റം മാത്രമാണ് ഈ സബ് റൂൾ 2 വന്നിട്ടുള്ളത്. ഈ റെസല്യൂഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർ വേണമെങ്കിൽ അവരെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്യും. ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യും. ഈ റിട്ടേണിംഗ് ഓഫീസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും നടത്തും. അവർ എല്ലാ നെസസറി ഹെൽപ്പുകളും ആ റിട്ടേണിംഗ് ഓഫീസർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. പുതിയ മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും നെസസറി ഹെൽപ്പുകളും റിട്ടേണിംഗ് ഓഫീസർക്ക് ചെയ്തു കൊടുക്കണം. അതാണ് സബ് റൂൾ 2 പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മാറ്റം വന്നിട്ടുള്ളത് സബ് റൂൾ 3 ഇത് റൂള് 151 സബ് റൂള് 3. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിൽ ക്ലോസ് Gനെ പറ്റി പറയുന്നുണ്ട്. സെക്ഷൻ 89 സബ്സെഷൻ 4 G ഇതിൽ A to G വരെയുള്ള കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പകരമായിട്ട് H എന്നാക്കി. ഇനിയിപ്പോൾ A to H വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ക്ലോസ് A മുതൽ ക്ലോസ് H വരെ എന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് വോട്ടേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് കാറ്റഗറി ഓഫ് മെമ്പേഴ്സ് റെഫർ ടു ഇൻ ക്ലോസ് A to H of subsection 4 of section 89 as stood on the date 30 days prior to the date fixed for the election and supply the same to the returning officer. അതായത് റൂള് 89. ഓക്കെ, റൂള് 89 എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അതിൽ സബ്സെഷൻ 4 പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ SCUൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഉള്ളവരെ പറ്റിയിട്ടാണ് ഈ സബ് റൂൾ 4 പറയുന്നത്. ഓക്കെ, അതിൽ ക്ലോസ് A മുതൽ ക്ലോസ് H വരെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്, ഈ SCUൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ വരും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ക്ലോസ് A പറയുന്നത് എന്താണ്, ഓരോ റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ റവന്യൂ ഡിസ്ട്രിക്റ്റിലും CCUൻ്റെ കമ്മിറ്റിയിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് ഓരോ റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ 14 പേര്. അതാണ് ക്ലോസ് A പറയുന്നത്. ക്ലോസ് B പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെലിഗേറ്റ്സ്. അതിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടാൻ പാടില്ല. അവരല്ലാതെയുള്ള അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെലിഗേറ്റ്സ് ഒരാൾ. പിന്നെ അതുപോലെ ക്ലോസ് C പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡിൽ നിന്നും 2 പേര്. അങ്ങനെ A B C എന്ന് പറഞ്ഞ് H വരെയുള്ള ഒരു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ SCUൻ്റെ ബോർഡിൽ ആരൊക്കെ എങ്ങനെ വരും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ H എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ ആണ്, സെക്രട്ടറി. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി എക്സ് ഒഫീഷ്യോ എന്നുള്ളതാണ് H പറയുന്നത്. H നേരത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതിൽ Hനെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ A to H എന്ന് പറയുന്നത് സെക്ഷൻ 89 SCUൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന അത്രയും ആൾക്കാർ, SCU കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ
അപ്പോൾ ഇതിൽ പറയുന്നത് സെക്ഷൻ 89 A to H വരെയുള്ള ആളുകളുടെ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഈ നമ്മുടെ വോട്ടിങ്ങിൻ്റെ എലക്ഷൻ ഡേറ്റിൻ്റെ 30 ദിവസം മുമ്പ് മെമ്പർമാരുടെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് സെക്രട്ടറി പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. സെക്രട്ടറി അങ്ങനെ ആ 30 ദിവസം മുമ്പ് വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസിലാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. വേറെ സബ് റൂൾ 3 വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടേ ഇല്ല. ഈ G എന്നുള്ളത് HI എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ സബ് റൂൾ 3 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയാണുള്ളത്. റിട്ടേണിംഗ് ഓഫീസർ ഇതിൻ്റെ ഈ ഇപ്പം കൊടുത്തിരിക്കുന്ന ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ്, ആ ഒരു ലിസ്റ്റിൻ്റെ കോപ്പി നോട്ടീസ് ബോർഡിൽ, നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ നോട്ടീസ് ബോർഡിൽ എലക്ഷന് 20 ദിവസം മുമ്പ്, എലക്ഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡേറ്റിന് 20 ദിവസം മുമ്പ് അത് പബ്ലിഷ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 3 days എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഈ ലിസ്റ്റിൽ സീരിയൽ നമ്പറും പിന്നെ ആ ഡെലിഗേറ്റിൻ്റെ പേരും പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സും പിന്നെ ഡിസ്ട്രിക്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ സബ് റൂൾ 3 പറയുന്നത്. അതെല്ലാം അതുപോലെ തന്നെയാണ്. ഈ G എന്നുള്ളത് HI എന്നുള്ള ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് റൂള് 151 പ്രൊസീജിയർ ഫോർ കണ്ടക്ട് എലക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത് റൂള് 154 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. ഓക്കെ, റൂള് 154 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിലാകെ ഉണ്ടായിരുന്നത് നമുക്ക് 10 സബ് റൂൾസാണ് ഉണ്ടായിരുന്നത്. റൂള് 154 10 സബ് റൂള്. അതിൽ 3 സബ് റൂളും കൂടെ കൂട്ടിച്ചേർത്തു. 11, 12, 13 എന്ന് പറഞ്ഞ് 3 റൂളും കൂടെ 3 സബ് റൂളും കൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സബ് റൂൾ 11, 10 കഴിഞ്ഞിട്ട് 11 ആഡ് ചെയ്ത് വന്നിരിക്കുന്നു സബ് റൂള്. The expenditure in connection with the conduct of election shall be borne by State Cooperative Union, which shall be limited to the norms fixed by the State Cooperative Election Commission. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ CCUൻ്റെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എല്ലാം CCU തന്നെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഇലക്ഷൻ്റെ എക്സ്പെൻഡിച്ചർ എല്ലാം നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആയിരിക്കും ഈ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എല്ലാം, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം വഹിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആയിരിക്കും. പിന്നെ അടുത്തത് സബ് റൂള് 12. ഓക്കെ, റൂള് 154 പുതിയ സബ് റൂള് 12. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ ഹാവ് ദ പവർ ടു ഇഷ്യൂ എനി ഡയറക്ഷൻ ഓർ ഗൈഡ് ലൈൻസ് ഓർ ഇൻസ്ട്രക്ഷൻ ഫോർ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഓൾസോ ടു ദ ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ടു പെർഫോം ദ ഇലക്ഷൻ ഡ്യൂട്ടീസ്. The officers appointed on election duty shall be subjected to superintendent's control and disciplines of State Cooperative Election Commission. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ്, അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ളതും പിന്നെ അതുപോലെ അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിനും ആവശ്യമായിട്ടുള്ള ഡയറക്ഷനും ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം കൊടുക്കാനുള്ള പവർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, SCUവിന് ഇലക്ഷൻ നടത്തുന്നതിനും പിന്നെ അതുപോലെ ഓഫീസേഴ്സിനും ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസും ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ CCUവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, ഈ ഓഫീസേഴ്സ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സ് എന്ന് പറയുന്നത് സൂപ്രണ്ടൻസ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആയിരിക്കുമെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സബ് റൂള് 13. റൂള് 154 സബ് റൂള് 13. The rank of officers to be posted for election duty may be fixed by the State Cooperative Election Commission in consultation with the government. ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അപ്പോയിൻ്റ് ചെയ്യുന്ന ഓഫീസേഴ്സിൻ്റെ റാങ്ക് ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റൂള് 154 വന്നിരിക്കുന്ന മാറ്റം. പുതിയതായിട്ട് സബ് റൂൾസ് 3 ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇനി അടുത്തത് റൂള് 170A ആണ്. ഇത് പുതിയൊരു റൂളാണ്. നേരത്തെ 170 അങ്ങനെ കഴിഞ്ഞ് 171 അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് 170A എന്ന് പറയണത്
പുതിയതായിട്ട് വന്നിരിക്കുന്ന റൂളാണ്. ദ ആനുവൽ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, അതായത് മിൽമയുടെ KCMMF നമ്മുടെ മിൽമയുടെയും പിന്നെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ RCMPU, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ RCMPUൻ്റെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ കാര്യമാണ് ഈ 170A എന്ന് പറയുന്ന പുതിയ റൂളിൽ പറയുന്നത്. അതിൽ സബ് റൂൾ 1 ദ ആനുവൽ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഷാൾ ബി എൻട്രസ്റ്റഡ് ടു ആൻ അപ്രൂവ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽ വിത്ത് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ്. അതായത് മിൽമയുടെയും അതായത് KCMMFൻ്റെയും RCMPUൻ്റെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്നതിനായിട്ട് അപ്രൂവ്ഡ് ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ ചുമതല ഏൽപ്പിക്കാം എന്നാണ് പറയുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള ആ അപ്രൂവ്ഡ് ഏജൻസിയുടെയും ഇൻഡിവിജ്വൽസിൻ്റെയും ക്വാളിഫിക്കേഷൻസ് ആണ് പിന്നെ നമുക്ക് തന്നിരിക്കുന്നത്. മിനിമം 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ കേഡർ ഇൻ എ റെപ്യൂട്ടഡ് ഫേം ഇൻ ഡയറി ഇൻഡസ്ട്രി. ഡയറി ഇൻഡസ്ട്രിയിലെ ഒരു റെപ്യൂട്ടഡ് ഫേമിൽ ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ കേഡറിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ്. ഗ്രാജുവേഷൻ ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറി സയൻസ് ടെക്നോളജിയിൽ ഗ്രാജുവേഷൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഈസ് പ്രിഫറബിൾ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ ഡിഗ്രി ഡിപ്ലോമ മാനേജ്മെൻറ്റിൽ. പിന്നെ ISO ഓഡിറ്റ് എക്സ്പീരിയൻസ് ഈസ് പ്രിഫറബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഏജൻസിയുടെയും ഇൻഡിവിജ്വൽസിൻ്റെയോ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അതിൽ സബ് റൂള് 2 പറയുന്നത്, ഈ റൂള് 170A സബ് റൂള് 2, ദ ഫീ ഓർ റെമ്യൂണറേഷൻ ഫോർ പെർഫോമൻസ് ഓഡിറ്റ് ഷാൾ ബി ഫിക്സഡ് ബൈ ഫങ്ഷണൽ രജിസ്ട്രാർ ഡയറി ഫ്രം ടൈം ടു ടൈം. ഈ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഫീസ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫങ്ഷണൽ രജിസ്ട്രാറാണ്. ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലെ രജിസ്ട്രാർ, ഫങ്ഷണൽ രജിസ്ട്രാർ സമയാസമയങ്ങളിൽ അത് ഫിക്സ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി സബ് റൂള് 3 ദ അപ്പെക്സ് സൊസൈറ്റി ഷാൾ പ്രിപ്പയർ എ പാനൽ ഓഫ് എക്സ്പേർട്സ് ഓർ ഏജൻസീസ് വിത്ത് 1 month ഫ്രം ദ എൻഡ് ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ ആൻഡ് സബ്മിറ്റ് ഇറ്റ് ടു രജിസ്ട്രാർ ഡയറി ഫോർ അപ്രൂവൽ. എല്ലാ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് വിത്തിൻ 1 month അപ്പെക്സ് സൊസൈറ്റീസ് ഈ എക്സ്പേർട്സിൻ്റെയും ഏജൻസിയുടെയും ഒരു പാനൽ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അത് രജിസ്ട്രാർക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും. ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലെ രജിസ്ട്രാറാണ് കേട്ടോ. ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലെ രജിസ്ട്രാർക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി സബ് റൂള് 4, 170A സബ് റൂള് 4, ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് ആപ്ലിക്കേഷൻ ഫ്രം ദ അപ്പെക്സ് സൊസൈറ്റി ദ രജിസ്ട്രാർ ഡയറി ഷാൾ വെരിഫൈ ദ പ്രപ്പോസ്ഡ് പാനൽ, may make necessary changes as he think fit, and may either approve or return the same for clarification with a period of 60 days from the date of receipt of the application. ഈ ആപ്ലിക്കേഷൻ അപ്പെക്സ് സൊസൈറ്റി എന്നുള്ള ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രജിസ്ട്രാർ, ഡയറിയുടെ ആ രജിസ്ട്രാർ ഈ പാനൽ വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തും. അത് ഫിറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ അത് ഫോർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അത് വീണ്ടും അവർക്ക് റിട്ടേൺ ചെയ്യും. ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. വിത്തിൻ എ പീരിയഡ് ഓഫ് 60 days. ഈ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഇത് ചെയ്യണം. ഇനി അടുത്തത് സബ് റൂള് 5 ആണ്. സബ് റൂള് 5, 170A സബ് റൂള് 5, on receipt of the approved panel from the registrar diary, the Apex Society and the Regional Cooperative Milk Producers Union shall entrust their annual performance audit to the agency or individual selected from the approved panel within 30 days from the date of receipt of the approval. Okay, ഇങ്ങനെ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പാനൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയും RCMPU റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും RCMPയും അതിൽ നിന്ന് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെയോ സെലക്ട് ചെയ്തിട്ട് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ചുമതല അവരെ ഏൽപ്പിക്കും. ഈ അപ്രൂവ്ഡ് പാനലിൽ നിന്നാണ് ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ചുമതല അവരെ ഏൽപ്പിക്കും.
ഇത് ഈ അപ്രൂവ്ഡ് പാനലിൻ്റെ റെസിപ്റ്റ് അത് കിട്ടി, രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത പാനൽ കിട്ടിക്കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത ആ പാനലിനെ അത് കിട്ടി 30 ദിവസത്തിനുള്ളിൽ അതിൽ നിന്ന് ഒരു ഏജൻസിയോ ഇൻഡിവിജ്വലിനെയോ ഈ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ചുമതല ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സബ് റൂള് 6 170A സബ് റൂള് 6, the interested agency or person shall conduct the annual performance audit and submit the report in time as per the direction of Apex Society and Registrar Diary. ഈ ഏജൻസി അല്ലെങ്കിൽ പേഴ്സൺ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്തിയിട്ട് അപ്പെക്സ് സൊസൈറ്റിയുടെയോ രജിസ്ട്രാറിൻ്റെയോ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ആ പറയുന്ന സമയത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റൂള് 170A പറയുന്ന കാര്യങ്ങൾ. പുതിയ റൂളാണ്, 6 സബ് റൂൾസും ഇതിനുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് റൂള് 178 178A ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്. ഇതിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറയാം ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള വേർഡ് ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് DCB ഇല്ല. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോർ ഓപ്പണിംഗ് ഓഫീസ് in the name of regional office, zonal office, branch office, sub office or extension center as per the norms fixed by the registrar from time to time, and every such application shall be accompanied by a CHLA receipt for the remittance of fee calculated at the rate given below. അതായത് ഈ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നമ്മുടെ KS കാർഡ് ബാങ്കും അതുപോലെ PCARD പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് PACS, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, PCARD ബാങ്കുകൾ, അർബൻ ബാങ്ക്, ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇവരെല്ലാവരും ഇവർക്ക് ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതൊരു റീജിയണൽ ഓഫീസോ സോണൽ ഓഫീസോ ബ്രാഞ്ച് ഓഫീസോ സബ് ഓഫീസോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫീസോ എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു ബ്രാഞ്ച് അവർ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ രജിസ്ട്രാർ ഫിക്സ് ചെയ്തിരിക്കുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. രജിസ്ട്രാർ ഫിക്സ് ചെയ്തിട്ടുള്ള നോംസ് അനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. ഈ ആപ്ലിക്കേഷൻ്റെ ഒപ്പം എന്താണ് ചെല്ലാൻ റെസിപ്റ്റിൽ ആ പറഞ്ഞിരിക്കുന്ന ഫീ അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം ഈ DCB എന്നുള്ള കാര്യം ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ചെല്ലാൻ റെസിപ്റ്റിൽ ചെറിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ചെല്ലാൻ റെസിപ്റ്റിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, DCB ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, DCBനെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ഉള്ളൂ. നമ്മുടെ KCB കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും KS കാർഡ് ബാങ്കും, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും. ഇവർ രണ്ടുപേരും ആണെങ്കിൽ നേരത്തെ 10,000 രൂപയായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് 15,000 രൂപയായിട്ടുണ്ട്. ഓക്കെ, 10,000 മാറി 15,000 ഫോർ ഈച്ച് ബ്രാഞ്ച് 15,000 15,000. പിന്നെ അടുത്തതിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഫാമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അർബൻ ബാങ്ക്, അവരാണെങ്കിൽ 5,000 രൂപയായിരുന്നു, അത് മാറി 7,500 ആയി മാറിയിട്ടുണ്ട് കേട്ടോ. 7,500. അപ്പോൾ 5,000 മാറിയിട്ട് 7,500 ആയി. പിന്നെ അടുത്തതിൽ മാറ്റമൊന്നുമില്ല. അർബൻ കോപ്പറേറ്റീവ് ബാങ്കും വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതർ മിസലേനിയസ് ആണെങ്കിൽ 5,000 തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന 10,000 എന്നുള്ളത് 15,000 ആയി, 5,000 എന്ന് പറഞ്ഞിരിക്കുന്നത് 7,500 ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റം. റൂള് 178A ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസിൽ വന്നിരിക്കുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്